സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇസബെല്ലയും കെവിനും ഒടുവിൽ നന്ദനെ കാണാനായിട്ട് മാറിയ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടേക്ക് വരുമ്പോഴാണ് സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. നന്ദൻ എല്ലാ കാര്യങ്ങളും ദേവികയോട് വിളിച്ചു പറഞ്ഞു എന്ന്. അച്ഛനെ ഉപദ്രവിച്ചതിൻ്റെ പേര് അത് ചോദ്യം ചെയ്യാൻ വന്ന ദേവികയോട് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞു എന്ന് കേട്ടപ്പോഴത്തേക്കും ഇസബെല്ലയുടെ രീതിയും സ്വഭാവവും ഒക്കെ പ്രഭാവതിയോട് പോലും മാറി കാണിക്കുന്നു. അത് കണ്ട് ആകെ ഷോക്കാകുന്നുണ്ട് പ്രഭാവതി. എങ്കിലും അവർക്കൊക്കെ ബാധിക്കുന്ന കാര്യമാണ്, അവരും കൂടി കേസിൽ അകപ്പെടും എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് പ്രഭാവതി കരുതിയിരുന്നത്. എന്തായാലും ഒരു കാര്യം തീർത്തും താക്കിയതുപോലെ ഇസബെല്ല പറയുന്നുണ്ട്, ഒരു കാരണവശാലും ദേവികയെ അടുപ്പിക്കരുത്. ദേവിക വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ നന്ദനെ കൊടുക്കാനേ നോക്കുള്ളൂ. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഇസബെല്ലയും കെവിനും കൂടി കാറിൽ കയറി പോകുന്ന സമയത്ത് ഇസബെല്ലയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നത് കണ്ട് കെവിൻ പറയുന്നു, വിട് ബെല്ല, എന്തായാലും നന്ദൻ ആ ഒരു ടെൻഷൻ്റെ പുറത്ത് പറഞ്ഞതാ. അവന് നിന്നോട് സ്നേഹമുണ്ട്, അത് അവൻ തന്നെ തുറന്നു പറഞ്ഞത് കേട്ടില്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ ദേവിയായിട്ട് അവൻ അടുക്കാനാ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ രണ്ടിനെ ഞാൻ തീർത്ത് കളയും. അവന് ദേവി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വികാരമാണ്. ആ ഒരു കാര്യത്തെ എനിക്കിപ്പോഴും അവനോട് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവനും അവളും കൂടി അടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ബെല്ല ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ബെല്ല ആൻറ്റിയോട് അങ്ങനെയൊന്നും സംസാരിച്ചത് ശരിയായില്ല. ആൻറ്റിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയതുപോലെ. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് നീ പറയുന്നത്? ഇപ്പോൾ അവനും അവളും കൂടി അടുക്കാനുള്ള സാഹചര്യം എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കില്ലേ? മാത്രമല്ല സത്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദനെ പോലെ ആയിരിക്കില്ല അവരൊന്നും കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മളും കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്താ നടന്നതെന്നുള്ള കാര്യം എല്ലാവരും കണ്ടുപിടിക്കും. അത് നീ മറക്കണ്ട എന്ന് ബെല്ല ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ദേവിക ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ശാരികയും സിദ്ധാർത്ഥനും സംസാരിക്കുന്നത് കാണുന്നുണ്ട്. സിദ്ധാർത്ഥനാണെങ്കിൽ മാധവനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. പ്രഭാവതി വന്നിട്ടുമില്ല. ഇപ്പം ശാരികയ്ക്കാണെങ്കിൽ പഴയ പോലെ ദേഷ്യമൊന്നുമില്ല, സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം. എന്നാലും ആ ഫയൽ മോഷണം പോയതും കെ നായരുടെ പ്ലാന്റ് അനുവദിച്ചു കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പിന്നിലും ഋഷി കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തോ കളി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ശാരികയ്ക്ക് ഉറപ്പുണ്ട്. അപ്പം സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, നന്ദു ഒരാളെ കൊന്നു എന്ന് കേട്ടപ്പം മുതൽ ചേച്ചി ഒരു സമാധാനത്തിലും അല്ല ഇപ്പം നിൽക്കുന്നത്. ചേച്ചി ആകെ സങ്കടപ്പെട്ട ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത്. ചേച്ചിയുടെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം, മറ്റാരേക്കായും അതെനിക്ക് മനസ്സിലാകുന്നു മോളെ. പക്ഷേ ഒന്നും അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല. നന്ദനൊരു അബദ്ധം പറ്റിയതാണെങ്കിലും അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയല്ലേ വേണ്ടുന്നത്. ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വരുത്തി വെക്കുകയാണോ വേണ്ടേ എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ദേവിക അങ്ങോട്ടേക്ക് വരുന്നു. ആ സമയത്ത് തന്നെ ഗിരീഷും മാധവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഗിരീഷ് പറയുന്നുണ്ട്, എന്തായാലും നന്ദൻ ഇങ്ങനെ ഒരു തെറ്റുപറ്റി അത് മൂടി വെക്കാൻ MLA കൂട്ടുനിന്നു എന്നുള്ള കാര്യം നാളെ ഒരു സമയത്ത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നന്ദനെ മാത്രമല്ല ദേവികയും കൂടിയാണ്. ദേവിക ജനങ്ങളോടും അതുപോലെ നിയമത്തിൻ്റെ മുമ്പിലും കുറ്റക്കാരിയായി മാറും എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, അത് ഗിരീഷേട്ടൻ പറഞ്ഞ സത്യമാണ്. എന്തായാലും തക്ക തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് നിൽക്കുവാണ് ദേവികയും ഗിരീഷും ശാരികയൊക്കെ. തൊട്ടു പിന്നാലെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചന്ദ്രമതി ആൻറ്റിയും കൂട്ടി ദേവികയാണെങ്കിൽ വരുന്നുണ്ട് നന്ദനെ കാണാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ചന്ദ്രമതിക്ക് നന്ദനെ കണ്ടെന്ന് ആശ്വസിപ്പിക്കാനും നടന്ന എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ പ്രഭാവതിയാണെങ്കിൽ ദേവിയെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്നില്ല ബെല്ല പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. നന്ദനെ ദേവിക ചതിക്കും, അവളുടെ ഇമേജിന് കോട്ടം വരാതിരിക്കാനും MLA സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടും സ്വന്തം ഭർത്താവിനെ ഒറ്റിക്കൊടുത്ത് അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ ഒരു ഓർമ്മയുണ്ടായത് കൊണ്ട് തന്നെ ദേവികയോട് വന്ന് കരഞ്ഞപേക്ഷിച്ച് പറയുന്നുണ്ട് പ്രഭാവതി, എൻ്റെ മോനെ രക്ഷിക്കണം. ഒരു കാരണവശാലും നന്ദൻ പറഞ്ഞ ഈ കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അറിഞ്ഞുകൊണ്ട് നന്ദന് ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. അത് പിന്നെ എനിക്കറിയില്ലേ മോളെ, ഞാൻ അല്ലാതെ പറഞ്ഞതാ. മോളിപ്പോൾ ഒരു MLA, സാധാരണ പെൺകുട്ടിയല്ല. അതിൻ്റെ പേര് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുമ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്നാലും പ്രഭ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാറുണ്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇത്രയും വലിയൊരു രഹസ്യം നിനക്ക് എങ്ങനെ ഒറ്റയ്ക്ക് മനസ്സിൽ ഒളിപ്പിക്കാൻ പറ്റി? അതാണല്ലേ നിന്നെ അന്ന് ഋഷി അപമാനിച്ചു എന്ന പേര് ഞാൻ ചോദ്യം ചെയ്യാൻ പോയപ്പം നീ എന്നെ തടഞ്ഞത്. അപ്പം പ്രഭാവതി പറയുന്നു, അങ്ങനൊരു സംഭവം പറ്റിപ്പോയി. നന്ദൻ അറിഞ്ഞുകൊണ്ടല്ല, അബദ്ധം പറ്റിയതാ. ഇനി നിങ്ങളൊക്കെ ചേർന്ന് അവനെ വിഷമിപ്പിക്കരുത്. ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ കെവിനും ഇസബെല്ല ഇങ്ങോട്ടേക്ക് വന്ന് നന്ദനെ കണ്ട് അവനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് പോയത് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ദേവികയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആൻറ്റിയും ദേവികയും കൂടി ഒന്ന് നന്ദനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മേലേക്ക് കയറി പോകുന്നു. അപ്പം
ആകെ ടെൻഷൻ അടിച്ച് പ്രഭാവതി താഴെ നിന്ന് അവർ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ നന്ദനാണെങ്കിൽ ചന്ദ്രമതി ആൻറ്റിയെയും അതുപോലെ ദേവിയെയും കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഷോക്കാവുന്നു. അന്നേരം ഒരു വെപ്രാളത്തിൻ്റെ പുറത്ത് താനൊരു തെറ്റ് ചെയ്തു, അതിൻ്റെ പുറത്ത് വീണ്ടും മറ്റൊരു തെറ്റ് ചെയ്തു, സ്വന്തം അച്ഛനെ പോലെ കണ്ട മാധവനെ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ളൊരു ഷോക്കിൻ്റെ പുറത്താണ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല ദേവിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി എന്നുള്ളൊരു കുറ്റബോധവും വിഷമവും ഒക്കെ കൊണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. ഇസബെല്ലയും കെവിനും ഓരോന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ദേവിക സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് നമ്മൾ 3 പേരും അകത്താകും. അങ്ങനെ അകത്താകേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ ഇസബെല്ല ആരാണെന്ന് നീ അറിയുമെന്നൊക്കെ പറഞ്ഞത് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആൻറ്റി നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം പതറി നന്ദനാണെങ്കിൽ ഒന്നും വിട്ടു പറയാതെ നിൽക്കുന്നത് കണ്ടിട്ട് ദേവിക ആകെ കലി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.